ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്രിനാലിൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിഷനാണ്. വിഷനിൽ ഓൾറെഡി വിഷ്വൽ പാത്വേ നമ്മൾ ഡിഫറെൻറ്റ് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദാറ്റ്, പ്ലീസ് ഗോ ആൻഡ് വാച്ച്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷനിലെ ചെറിയ ചെറിയ ടോപ്പിക്സ് ലൈക്ക് പ്യൂപ്പിലറി റിഫ്ലെക്സ്, അക്കോമഡേഷൻ, ഡാർക്ക് അഡാപ്റ്റേഷൻ, ഒപ്റ്റിക് ഡിഫക്റ്റ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ബട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അബൌട്ട് പ്യൂപ്പിലറി റിഫ്ലെക്സ്. സോ നമ്മളിപ്പം പെട്ടെന്ന് കണ്ണിൽ ലൈറ്റ് അടിച്ചാൽ വി ഓൾ നോ ദാറ്റ് നമ്മുടെ പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ചെയ്യും. സോ ഇതിനെ സഹായിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പ്യൂപ്പിലറി റിഫ്ലെക്സ്. ഓക്കെ, ലൈറ്റ് കണ്ണിലടിക്കുമ്പോൾ പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ പാത്വേ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോ ചാർട്ടാണ് ഇതിന് പഠിക്കേണ്ടത്. ദറ്റ് ഈസ് ലൈറ്റ് ഫോൾസ് ഓൺ ദി റെറ്റിനേന്ന് അത് ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് കയാസ്മ, ഒപ്റ്റിക് ട്രാക്ട്. ഓക്കെ, നമ്മൾ വിഷ്വൽ പാത്വേ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, സോ ലൈറ്റ് ഫോൾസ് ഓൺ ദി റെറ്റിന, ദെൻ ദി ഒപ്റ്റിക് നെർവ്, ഇറ്റ് ഗോസ് ടു ദി ഒപ്റ്റിക് കയാസ്മ, ഒപ്റ്റിക് ട്രാക്ട്, then the pretectal nucleus of midbrain, then the Edinger-Westphal nucleus of both sides. Okay, both sides. Please note that it is the Edinger-Westphal nucleus of both sides. Then it goes to the ciliary ganglion. Ciliary ganglion ulla short ciliary nerves will stimulate the sphincter pupillae. Sphincter pupillae will cause pupillary constriction of the eye. Okay, so നമ്മളിപ്പം ഒരു കണ്ണിൽ ലൈറ്റ് അടിച്ചാൽ ആ കണ്ണിലെ പ്യൂപ്പിൽ മാത്രമല്ല കൺസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അപ്പുറത്തെ കണ്ണിലെ പ്യൂപ്പിലും കൂടെ കൺസ്ട്രിക്റ്റ് ചെയ്യും. സോ നമ്മൾ ലൈറ്റ് അടിക്കുന്ന കണ്ണിൻ്റെ പ്യൂപ്പിൽ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് ലൈറ്റ് റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. ഇൻഡയറക്റ്റ് ലൈറ്റ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച കണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഐയിലെ പ്യൂപ്പിലാണ് കൺസ്ട്രിക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ലൈറ്റ് റിഫ്ലെക്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലൈറ്റ് റിഫ്ലെക്സ് നിങ്ങളിത് ഫിസിയോളജി പ്രാക്ടിക്കൽസിന് നിങ്ങളിത് പഠിച്ചു കാണും. ഓക്കെ, സോ നെക്സ്റ്റ് അക്കോമഡേഷൻ. സോ പ്യൂപ്പിലറി ലൈറ്റ് റിഫ്ലെക്സ് ചോദിച്ചാൽ നമ്മൾ മെയിനായിട്ട് ഈ ഫ്ലോ ചാർട്ടാണ് എഴുതി വെക്കേണ്ടത്. നെക്സ്റ്റ് അക്കോമഡേഷൻ. സോ അക്കോമഡേഷൻ ഇതും നിങ്ങൾ ഫിസിയോളജി പ്രാക്ടിക്കലിന് പഠിച്ചു കാണും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ബൈ വിച്ച് curvature of lens is increased to bring into focus a near object clearly on the retina. Okay, this is accommodation. So, relax ചെയ്തിരിക്കുന്ന ഐയിൽ lens capsule will be flat. That is, lens capsule is stretched and relatively flattened. Suspensory ligament pulls the edges of the lens towards the periphery. ബട്ട് ഇപ്പോൾ നമ്മളൊരു നിയർ ഒബ്ജക്റ്റിന് കണ്ണ് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും ആൻഡ് ഇറ്റ് എക്സേർട്സ് എ സ്ഫിങ്ക്റ്റർ ലൈക്ക് ആക്ഷൻ. അപ്പോൾ സസ്പെൻസറി ലിഗമെൻറ്റിൽ ടെൻഷൻ ഇസ് റെഡ്യൂസ്ഡ് ആൻഡ് ലെൻസ് ബിക്കംസ് മോർ സ്ഫെറിക്കൽ. എന്ന് വെച്ചാൽ കോൺവെക്സ്. അപ്പോൾ ലെൻസ് കോൺവെക്സ് ആകുമ്പോഴത്തേക്കും റിഫ്രാക്റ്റീവ് പവർ ഇൻക്രീസസ് ആൻഡ് ഷിഫ്റ്റ് ദ ഫോക്കൽ പോയിൻറ്റ് ക്ലോസർ ടു ദി ഐ. അപ്പോൾ നമുക്ക് നിയർ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോമഡേഷനിൽ നടക്കുന്ന 3 പാർട്ട് റെസ്പോൺസ് എന്തൊക്കെയാണ്? കൺസ്ട്രിക്ഷൻ ഓഫ് പ്യൂപ്പിൾ, കൺവേർജൻസ് ഓഫ് ഐബോൾ, കർവേച്ചർ ഓഫ് ആൻറ്റീരിയർ സർഫസ് ഓഫ് ലെൻസ് ഇൻക്രീസസ്. ഈ 3 കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമുക്കൊരു നിയർ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനുള്ള പാത്വേനെയാണ് നമ്മൾ അക്കോമഡേഷൻ റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അക്കോമഡേഷൻ റിഫ്ലെക്സ്. സോ അക്കോമഡേഷൻ റിഫ്ലെക്സ് പഠിക്കണമെങ്കിൽ ഇതിലും നിങ്ങൾ വിഷ്വൽ പാത്വേ പഠിച്ചാൽ ദിസ് ഈസ് വെരി സിമ്പിൾ. സോ ഫസ്റ്റ് റോഡ്സ് ആൻഡ് കോൺസ് വിൽ ബി സ്റ്റിമുലേറ്റഡ്. ദെൻ അപ്പോൾ അത് ഒപ്റ്റിക് നെർവിലോട്ട് പോവും. ഒപ്റ്റിക് കയാസ്മ, ഒപ്റ്റിക് ട്രാക്ട്, ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, ഒപ്റ്റിക് റേഡിയേഷൻ, വിഷ്വൽ കോർട്ടെക്സ്, ഫ്രോണ്ടൽ ഐ ഫീൽഡ് ഇൻ ദ ഫ്രോണ്ടൽ ലോബ്, ദറ്റ് ഇസ് ഏരിയ 8. ഓക്കെ, ഇത്രയും ഇത് ജസ്റ്റ് വിഷ്വൽ പാത്വേ ആണ്. ഓക്കെ, വിഷ്വൽ പാത്വേ എഴുതി വെക്കുക ആദ്യം. ഇത് പോയിട്ട് ഓക്കെ ഇവിടുന്ന് ഫ്രോണ്ടൽ ഐ ഫീൽഡ് ഇൻ ദ ഫ്രോണ്ടൽ ലോബിന്ന് അത് ഫസ്റ്റ് എഡിഞ്ചർ-വെസ്റ്റ്ഫാൽ ന്യൂക്ലിയസിലോട്ടേക്ക് പോവും. Then it goes to the ciliary ganglion, then the short ciliary nerves, sphincter pupillae, which causes constriction of the pupil. ഇതെന്തായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതാണ് നമ്മുടെ പ്യൂപ്പിലറി റിഫ്ലെക്സ്. ഓക്കെ, അപ്പോൾ ആ പ്യൂപ്പിലറി റിഫ്ലെക്സ് പഠിച്ചാൽ ഇതും എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു റെസ്പോൺസായി, കൺസ്ട്രിക്ഷൻ ഓഫ് ദ പ്യൂപ്പിലായി. ഓക്കെ, next response. Short ciliary nerve will also stimulate the ciliary muscle of the ciliary body, which causes relaxation of the suspensory ligament of the lens, which increases the anterior curvature of the lens. അപ്പോൾ രണ്ടാമത്തെ റെസ്പോൺസുമായി ഇൻക്രീസ് ഇൻ ആൻറ്റീരിയർ കർവേച്ചർ ഓഫ് ദ ലെൻസ്. ഇനി മൂന്നാമത്തെ റെസ്പോൺസ് നമ്മൾ ഈ ഫ്രോണ്ടൽ ഐ ഫീൽഡ് ഇൻ ഫ്രോണ്ടൽ ലോബിന്ന് ഇറ്റ് ഓൾസോ സപ്ലൈ ഇവിടെ മെയിൻ ഒക്കുലോ മോട്ടോർ ന്യൂക്ലിയസ് സപ്ലൈയിങ് ദ മീഡിയൽ റെക്ടസ്.
അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് കോസസ് ദി കൺവേർജൻസ് ഓഫ് ഐബോൾ. സോ 3 റെസ്പോൺസസ് ആയി. കൺവേർജൻസ് ഓഫ് ഐബോൾ, ഇൻക്രീസ് ഇൻ ആൻറ്റീരിയർ കർവേച്ചർ ഓഫ് ദി ലെൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്യൂപ്പിൾ. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ റിഫ്ലെക്സ്. ഓക്കെ, സോ അക്കോമഡേഷൻ റിഫ്ലെക്സ് ഈ 3 റെസ്പോൺസും നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നിയർ റെസ്പോൺസ് പാത്വേ എന്നും വിളിക്കും. ഓക്കെ, നിയർ റെസ്പോൺസ് പാത്വേ, അടുത്തുള്ള ഒബ്ജക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നമ്മുടെ ആർജൈൽ റോബർട്ട്സൺ പ്യൂപ്പിൾ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഓക്കെ, ആർജൈൽ റോബർട്ട്സൺ പ്യൂപ്പിൾ, ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു ദ ലീഷൻ ഓഫ് ദി പ്യൂപ്പിലറി ലൈറ്റ് റിഫ്ലെക്സ് പാത്വേ. നമ്മൾ നേരത്തെ പഠിച്ച പ്യൂപ്പിലറി ലൈറ്റ് റിഫ്ലെക്സ് പാത്വേയിൽ ലീഷൻ എവിടെയാണ്? സ്പെസിഫിക്കലി പ്രീടെക്ടൽ ന്യൂക്ലിയസിൻ്റെ അവിടെ ലീഷൻ വരുമ്പോഴാണ് ആർജൈൽ റോബർട്ട്സൺ പ്യൂപ്പിൾ കോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം പ്യൂപ്പിലറി ലൈറ്റ് റിഫ്ലെക്സ് പോയല്ലോ, അപ്പോൾ ഇൻഡയറക്റ്റും ഡയറക്റ്റ് ലൈറ്റ് റിഫ്ലെക്സും ആബ്സെൻ്റ് ആയിരിക്കും, പക്ഷേ അക്കോമഡേഷൻ റിഫ്ലെക്സ് വിൽ ബി പ്രസൻറ്റ്. ആൻഡ് ഇത് എവിടെയാണ് കാണുന്നത്? ടേബിസ് ഡോസാലിസ് അല്ലെങ്കിൽ ന്യൂറോസിഫിലിസ് കണ്ടീഷൻസിലാണ് നമ്മുടെ ആർജൈൽ റോബർട്ട്സൺ പ്യൂപ്പിൾ കാണുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ 1 വേർഡോ അല്ലെങ്കിൽ 4 മാർക്സോ ഒക്കെ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ ഡിഫക്ട്സ് ഇൻ ദി ഐ. ഇത് നിങ്ങൾ എനിക്ക് തോന്നുന്നു +2 വരെ പഠിച്ചിട്ടുണ്ടാവും. സോ ദിസ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ പഠിക്കാൻ പോകുന്നത് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, ആസ്റ്റിഗ്മാറ്റിസം, പ്രസ്ബയോപ്പിയ, ഈ 4 പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മയോപ്പിയ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് പാരലൽ റേസ് ഫ്രം ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഫോക്കസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. ആസ് യു ക്യാൻ സീ ഹിയർ, ഇറ്റ് പാരലൽ റേസ് ഫോക്കസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. സാധാരണ നോർമലി നമുക്ക് റെറ്റിനയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ബട്ട് ഇൻ മയോപ്പിയ ഇറ്റ് ഫോക്കസസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന ആൻഡ് ഇറ്റ് മേ ബി ഡ്യൂ ടു അബ്നോർമലി ലോങ് ഐബോൾ ഓർ വെരി സ്ട്രോങ് ലെൻസ്. ഈ 2 റീസൺസ് കാരണമാണ് മയോപ്പിയ വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സാധാരണ നോർമലി നമ്മുടെ ഫാർ പോയിൻ്റ് ഇസ് ഇൻഫിനിറ്റി, പക്ഷേ മയോപ്പിയ ഉള്ള ആൾക്കാർക്ക് ദർ ഇസ് എ ലിമിറ്റിംഗ് ഫാർ പോയിൻറ്റ് ആൻഡ് എ നിയർ പോയിൻറ്റ്. ഓക്കെ, കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. സോ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ കോൺകേവ് ലെൻസ് ഡൈവേർജസ് ദ റേസ് ആൻഡ് മേക്സ് ദി റേസ് ഫോൾ ഓൺ ദി റെറ്റിന. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസാണ് നമ്മൾ മയോപ്പിയയ്ക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയയിൽ എവിടെയാണ്? നമ്മുടെ ലൈറ്റ് റേസ് ഫോൾ ഓൺ എ പോയിൻറ്റ് ബിയോണ്ട് ദ റെറ്റിന. അപ്പോൾ നമ്മൾ ദ കോസ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ ഇസ് ഷോർട്ട് ഐബോൾ ഓർ വീക്ക് ലെൻസ്. ഇത് സാധാരണ വയസ്സായ ആൾക്കാർക്കാണ് വരുന്നത്. കാരണം വയസ്സായ ആൾക്കാരിൽ പവർ ഓഫ് അക്കോമഡേഷൻ വിൽ ബി ഡിക്രീസ്ഡ് ആൻഡ് ഇമേജ് കനോട്ട് ബി ബ്രോട്ട് ടു ഫോക്കസ്. നിയർ ഒബ്ജക്ട്സിൽ നിന്നും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് നമ്മളിത് കറക്റ്റ് ചെയ്യും, ഹൈപ്പർമെട്രോപ്പിയ. ഓക്കെ, നെക്സ്റ്റ് ആസ്റ്റിഗ്മാറ്റിസം. ആസ്റ്റിഗ്മാറ്റിസത്തിൽ നമ്മുടെ ലൈറ്റ് റേസ് ഒറ്റ പോയിന്റിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്, അത് ഡിഫറെൻറ്റ് സ്ഥലത്ത് പോയി നോക്കുക. പാരലൽ ലൈറ്റ് റേസ് ഡിഫറെൻറ്റ് സ്ഥലത്ത് പോയിട്ടാണ് റെറ്റിനയിൽ പോയി വീഴുന്നത്. ഇതാണ് ആസ്റ്റിഗ്മാറ്റിസം. ഓക്കെ, ഇതെന്തുകൊണ്ടാണ്? ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ദ കോർണിയ ഓർ ദ ലെൻസ് ഹാസ് ഡിഫറെൻറ്റ് കർവേച്ചർ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. പോയിൻ്റ് ഇമേജ് ഇസ് നോട്ട് ഒപ്റ്റെയിൻഡ്. പോയിൻ്റ് ഇമേജിന് പകരം ലൈൻ ഇമേജാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇമേജ് ബ്ലറായിട്ടാണ് കാണുന്നത് ഡ്യൂ ടു ഡിഫ്യൂസ് ഫോക്കസിങ്. ഓക്കെ, ആൻഡ് കറക്റ്റ് ചെയ്യാൻ നമ്മൾ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കും, വിച്ച് ഹാസ് 2 ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത്സ് ഇൻ 2 ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആസ്റ്റിഗ്മാറ്റിസം. ദാറ്റ് ഈസ് ലൈറ്റ് റേസ് നോട്ട് ബ്രോട്ട് ടു എ പോയിൻ്റ് ഓഫ് ഫോക്കസ് ഓൺ ദ റെറ്റിന. അത് പോയിൻ്റ് ഇമേജിന് പകരം ലൈൻ ഇമേജാണ് തരുന്നത്. So the image will be blurred and it is due to the cornea or lens having different curvature and different planes at right angles. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് വെച്ചിട്ടാണ്. നെക്സ്റ്റ്, presbyopia. It is the receding of near point due to decrease in power of accommodation with advancing age. Older people power of accommodation കുറയും, അപ്പോൾ നമുക്ക് നിയർ പോയിൻറ്റ് കുറഞ്ഞു വരും. അപ്പോൾ അതെന്താണ് അതിൻ്റേത്? ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കും ലെൻസ് പ്രോട്ടീനൊക്കെ ഡീനേച്ചറായി പോവും. അപ്പോൾ എലാസ്റ്റിസിറ്റി ലോസ് ആവും, വിച്ച് കോസസ് ഹാർഡ് ലെൻസ്. അപ്പം നിയർ പോയിൻറ്റ് വിൽ ഇൻക്രീസ് ആൻഡ് പവർ ഓഫ് അക്കോമഡേഷൻ വിൽ ഡിക്രീസ്. അപ്പോൾ എന്ത് പറ്റും? നിയർ ഒബ്ജക്ട്സിനെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഹൈപ്പർമെട്രോപ്പിയ അല്ലേ? അപ്പോൾ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈപ്പർമെട്രോപ്പിയ പോലെ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ presbyopia കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ സോ ഓപ്റ്റിക്കൽ ഡിഫക്ട്സ് കഴിഞ്ഞു. അത് അത്രയേ ഉള്ളൂ, ജസ്റ്റ് കുറച്ചേ ഉള്ളൂ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഡാർക്ക് അഡാപ്റ്റേഷൻ. സോ ഡാർക്ക് അഡാപ്റ്റേഷൻ
എന്താണ്, നമ്മൾ പെട്ടെന്ന് ഭയങ്കര വെളിച്ചത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇരുട്ട് മുറിയിലിട്ട് പോകുമ്പോൾ നമുക്ക് അധികം നന്നായിട്ട് കാണാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലിയറായി വന്നുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഡാർക്ക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ ഗോസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് ടു എ ഡാർക്ക് റൂം, ഇനീഷ്യലി ഹി കനോട്ട് സീ എനിത്തിങ് ക്ലിയർലി, ഗ്രാജുവലി വിഷൻ ബിക്കംസ് ക്ലിയറർ. ഓക്കെ, ടൈം ടേക്കൺ ഫോർ ഫുൾ ഡാർക്ക് അഡാപ്റ്റേഷൻ ഇസ് 20 minutes. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാർക്ക് അഡാപ്റ്റേഷൻ കർവ്. ഇതിൽ നിങ്ങൾക്ക് കാണാം 2 കോമ്പോണൻറ്റ്സ് ഉണ്ട്, അഡാപ്റ്റേഷൻ ബൈ കോൺസ് ആൻഡ് അഡാപ്റ്റേഷൻ ബൈ റോഡ്സ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ 2 കോമ്പോണൻറ്റ്സ് വരുന്നത്? ഇതിൻ്റെ ഈ ഗ്രാഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡാർക്ക് അഡാപ്റ്റേഷൻ ചോദിച്ചാൽ ഇത് വരച്ചിരിക്കണം. അപ്പം നമ്മൾ ഈ ഗ്രാഫാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വെൻ എ പേഴ്സൺ സ്റ്റാൻഡ്സ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് ഫോർ hours, large amount of photochemicals in rods and cones gets reduced to retinal and opsin. ആൻഡ് ഈ പിഗ്മെൻറ്റ്സ് വീണ്ടും റീസിന്തസൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, കോൺസിലാണെങ്കിൽ ഈ റീസിന്തസിസ് ഇസ് 4 times ഫാസ്റ്റർ ആൻഡ് കുറച്ച് മിനിറ്റ്സുള്ളിൽ തന്നെ അത് തീർന്നു, നിൽക്കും. ദാറ്റ് ഈസ് ഈ റീസിന്തസിസ് നിൽക്കും. കോൺസിൽ പെട്ടെന്ന്, ദാറ്റ് ഈസ് ബോത്ത് റോഡ്സ് ആൻഡ് കോൺസിലും ഈ ഫോട്ടോ കെമിക്കൽസ് ആർ റെഡ്യൂസ്ഡ് ടു റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ. പക്ഷേ രണ്ടിലും റീസിന്തസൈസും ചെയ്യണം. പക്ഷേ കോൺസിലാണെങ്കിൽ അത് വേഗം റീസിന്തസൈസ് ചെയ്തിട്ട് അത് വേഗം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ആദ്യത്തെ കർവ്, നിങ്ങൾ ബ്ലൂവിൽ കാണുന്ന കർവ് നോക്കും, മേലേന്ന് വന്ന് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി. പക്ഷേ റോഡ്സിലാണെങ്കിൽ അത് സ്ലോ ആയിട്ടാണ് റീസിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ഫോർ മോർ ടൈം. അതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് കോമ്പണൻറ്റ് അഡാപ്റ്റേഷൻ ബൈ റോഡ്സ് എന്ന് പറയുന്ന കർവ് കിട്ടുന്നത്. ഓക്കെ, സോ 2 കർവ്. കോൺസിലാണെങ്കിൽ 4 times ഫാസ്റ്റർ ആൻഡ് ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. പക്ഷേ റോഡ്സിലാണെങ്കിൽ ഇറ്റ് ഇസ് സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ഫോർ മോർ ടൈം. അപ്പോൾ റോഡ്സ് ആർ യൂസ് ഫോർ ഡിം ലൈറ്റ് വിഷൻ ആൻഡ് കോൺസ് ഓൺലി പ്ലേ എ മൈനർ റോൾ ഇൻ ഡിം ലൈറ്റ്. അപ്പോൾ ഇനി ഡാർക്ക് അഡാപ്റ്റേഷനിൽ എന്തൊക്കെ ചേഞ്ചസാണ് നടക്കുന്നത്? പ്യൂപ്പിൾസ് ഡയലേറ്റ്സ് ടു 8 millimeter diameter, increase the sensitivity to retina and regeneration of visual pigments. ആദ്യം കോൺസിൽ ദെൻ റോഡ്സിൽ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഡാർക്ക് അഡാപ്റ്റേഷൻ സമയത്ത് നമ്മുടെ കണ്ണിൽ നടക്കുന്നത്. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, സെൻസിറ്റിവിറ്റി കൂട്ടും, ദെൻ റീജനറേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെൻറ്റ്. അപ്പോൾ ഇതിലൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫിസിയോളജിക്കൽ ബേസിസ്. ദാറ്റ് ഈസ് നമ്മുടെ എയ്റോപ്ലെയിനിൽ പോകുന്ന പൈലറ്റ്സൊക്കെ റെഡ് ഗോഗിൾസ് വെയർ ചെയ്യും. അതെന്തുകൊണ്ടാണ്? വൈ? ഓക്കെ, സോ ഈ പൈലറ്റ്സിനൊക്കെ ദേ നീഡ് മാക്സിമം വിഷ്വൽ സെൻസിറ്റിവിറ്റി ഇൻ ഡിം ലൈറ്റ്. അവർക്ക് ഡാർക്ക് അഡാപ്റ്റേഷൻ, ലൈക്ക് വി നോ ദാറ്റ് ഡാർക്ക് അഡാപ്റ്റേഷൻ ടേക്സ് 20 minutes. അപ്പോൾ അവർക്ക് 20 minutes സ്പെയർ ചെയ്യാനില്ല. അവർക്ക് അത്രയും സമയമൊന്നും കണ്ണ് കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് മാക്സിമം വിഷ്വൽ സെൻസിറ്റിവിറ്റി വേണം. അപ്പോൾ നമ്മൾ റെഡ് ലൈറ്റ് ഗോഗിൾസ് ഇടുമ്പോഴത്തേക്കും റെഡ് ലൈറ്റ് സ്റ്റിമുലേറ്റ്സ് റോഡ്സ് ടു ഓൺലി എ സ്ലൈറ്റ് ഡിഗ്രി വൈൽ കോൺസ് ഫങ്ഷൻ റീസണബിളി വെൽ. സോ ഈ റോഡോപ്സിനൊന്നും അധികം ബ്രേക്ക് ഡൗൺ ചെയ്യത്തില്ല. ബ്രൈറ്റ് ലൈറ്റിലുള്ളപ്പോൾ റോഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യത്തില്ല ഈ റെഡ് ലൈറ്റ്. അപ്പോൾ റോഡ്സിലുള്ള റോഡോപ്സിൻ വിൽ നോട്ട് ബി ബ്രോക്കൺ ഡൗൺ ദാറ്റ് മച്ച്. പക്ഷേ കോൺസ് നന്നായിട്ട് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ കോൺസിലുള്ള ഈ ഫോട്ടോ കെമിക്കൽസാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിം ലൈറ്റിലാവുമ്പോഴത്തേക്കും റോഡ്സ് അവിടെ തന്നെ ഉണ്ടല്ലോ. സോ റോഡ്സ് ക്യാൻ ഫങ്ഷൻ ഒപ്റ്റിമലി. അതുകൊണ്ട് ഡാർക്ക് അഡാപ്റ്റേഷൻ ക്യാൻ ഒക്കർ വിത്തൗട്ട് ഡിലേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡ് ലൈറ്റ് റോഡ്സിനെ അധികം സ്റ്റിമുലേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ റോഡോപ്സിൻ ഇൻ ദ റോഡ്സ് ഇസ് നോട്ട് ബ്രോക്കൺ ഡൗൺ ദാറ്റ് മച്ച്. വെൽ കോൺസിനെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കോൺസ് നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഡിം ലൈറ്റിലെത്തുമ്പോഴത്തേക്കും റോഡ്സ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അധികം ഡാർക്ക് അഡാപ്റ്റേഷൻ അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ പൈലറ്റ്സിന് ഡിം ലൈറ്റിൽ നന്നായിട്ട് കാണാൻ പറ്റും വൈൽ വെയറിങ് റെഡ് ഗോഗിൾസ്. ഇതാണ് ഇതിൻ്റെ ഫിസിയോളജിക്കൽ ബേസിസ്. സോ ഇത്രയുമാണ് നമുക്ക് ഡാർക്ക് അഡാപ്റ്റേഷനെ പറ്റി പറയാനുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് നമുക്കൊരു ടോപ്പിക്കും കൂടെ ഉള്ളതാണ് aqueous humor. ഓക്കെ, സോ aqueous humor, ഇറ്റ് ഈസ് എ തിൻ കളർലെസ് ട്രാൻസ്പെറൻറ്റ് ഫ്ലൂയിഡ്. pH 7.1 to 7.3 ആണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ചേമ്പേഴ്സ് ഓഫ് ദി ഐ. ഓക്കെ, സോ കോമ്പോസിഷൻ ഓഫ് aqueous humor നമുക്ക് നോക്കാം. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. Okay, then that is sodium, potassium, bicarbonate, chloride. Then glucose, urea, uric acid, ascorbic acid, lactic acid, hyaluronic acid and dissolved oxygen. ഇത്രയാണ് composition of aqueous humor. Next, formation. Okay, so it is formed from the blood in the capillaries of the ciliary process.
ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ബൈകാർബണേറ്റ് ഇൻ ടു ദ സ്പേസ് എൻക്ലോസ്ഡ് ബൈ സീലിയറി പ്രോസസ്. അപ്പോൾ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കാരണം വാട്ടർ ഊസസ് ഔട്ട് ബൈ ഓസ്മോസിസ് ആൻഡ് അതിൻ്റെ കൂടെ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും അസ്കോർബിക് ആസിഡും ഒക്കെ they are transported actively and this forms the aqueous humor. Okay, sodium chloride and bicarbonate via active transport, water oozes out via osmosis, and then glucose, amino acids, ascorbic acid etc are transported actively into the aqueous humor. ഇതാണ് ഫോർമേഷൻ. നെക്സ്റ്റ് അബൌട്ട് ദി സർക്കുലേഷൻ. ഓക്കെ, സർക്കുലേഷൻ നമുക്കൊരു ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കാം. ഇത് നമുക്കറിയാം, നേരെ ഫോർമേഷനിൽ പഠിച്ചു, അത് സീലിയറി പ്രോസസ്സിലാണ് അത് ഫോം ചെയ്യുന്നത്. സീലിയറി പ്രോസസ്സിൽ ഫോം ചെയ്ത് അത് പോസ്റ്റീരിയർ ചേമ്പറിലോട്ടേക്ക് പോകും. എന്നിട്ട് പ്യൂപ്പിൽ വഴി അത് ആൻറ്റീരിയർ ചേമ്പറിലെത്തും. ആൻറ്റീരിയർ ചേമ്പറിൻ്റെ ആംഗിൾ ഓഫ് ദി ആൻറ്റീരിയർ ചേമ്പർ വഴി ഇറ്റ് എസ്കേപ്സ് ത്രൂ ദി കനാൽ ഓഫ് ഷ്ലെം ആൻഡ് എൻറ്റേഴ്സ് ദി ആക്വസ് വെയിൻസ്. ഇതാണ് അതിൻ്റെ സർക്കുലേഷൻ. സോ വി ക്യാൻ സീ ഹിയർ, സീ ദ സീലിയറി ബോഡിന്ന് അത് പോവും, എന്താണ്, പ്യൂപ്പിൽ വഴി ആൻറ്റീരിയർ ചേമ്പർ. എന്നിട്ട് ഇതവിടെ കാണാം, ഷ്ലെംസ് കനാലെത്തി. ഇറ്റ് എസ്കേപ്സ് ഔട്ട് വയ ദ ഷ്ലെംസ് കനാൽ ഇൻ ടു ദ ആക്വസ് വെയിൻ. അത് പിന്നെ എപ്പിസ്ക്ലീറൽ വെയിനിലോട്ടേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കുലേഷൻ ഓഫ് ദി ആക്വസ് ഹ്യൂമർ. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ആക്വസ് ഹ്യൂമർ എന്താ? ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇൻട്രാഓക്കുലർ പ്രഷർ, മെയിൻറ്റെയിൻസ് സ്ഫെറിക്കൽ ഷേപ്പ് ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ദി ഐബോൾ, സപ്ലൈസ് ന്യൂട്രീഷൻ ടു ലെൻസ് ആൻഡ് ദ കോർണിയ ആൻഡ് ഹെൽപ്സ് ഇൻ സ്പേസിംഗ് ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് ഒപ്റ്റിക്കൽ കണ്ടൻസ്. ഇത് നിങ്ങൾക്ക് തള്ളി എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ് ഇൻട്രാഓക്കുലർ പ്രഷർ. അപ്പോൾ നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ 10 to 20 mmHg ആണ്. ഇത് മോസ്റ്റ്ലി 1 മാർക്കിന് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ ഇസ് 10 to 20 mmHg. ദെൻ കോസസ് ഫോർ ഇൻക്രീസ്ഡ് ഇൻട്രാഓക്കുലർ പ്രഷർ, ഒന്നെങ്കിൽ അക്വസ് ഹ്യൂമറിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ, ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഡ്രെയിനേജ് ഓഫ് അക്വസ് ഹ്യൂമർ ഡ്യൂ ടു ബ്ലോക്കേജ് ഓഫ് കനാൽ ഓഫ് ഷ്ലെം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കനാൽ ഓഫ് ഷ്ലെം ബ്ലോക്ക് ചെയ്താൽ അക്വസ് ഹ്യൂമർ ഡ്രെയിൻ ആകത്തില്ല, അപ്പോൾ കൂടുതലുണ്ടാവും, അപ്പോൾ ഇൻക്രീസസ് IOP. ദെൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇതൊക്കെയാണ് ഇൻക്രീസ്ഡ് IOPൻ്റെ കാരണം. അപ്പോൾ ഗ്ലോക്കോമ, എന്താണ് ഈ ഗ്ലോക്കോമ? ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ റേസ്ഡ് IOP അല്ല. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡീജനറേറ്റീവ് ഡിസീസ് ഇൻ വിച്ച് ദർ ഇസ് എ ലോസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് ഓഫ് റെറ്റിന. ഓക്കെ, അതിൻ്റെ റിസ്ക് ഫാക്ടറാണ് റേസ്ഡ് ഇൻട്രാഓക്കുലർ പ്രഷർ. അതൊന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ടോപ്പിക്. വിഷനിൽ ഏകദേശം ഇത്രയൊക്കെ പഠിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.